ദൈവനാമത്തിന് മഹത്വം. ഈ ജൂലൈ മാസം 20-ാം തീയതി ദിവസത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് കൃപ കാണിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അനേകർക്ക് ലഭിക്കാത്ത സൗഭാഗ്യമാണ്. അതിന്നും കർത്താവ് നമുക്ക് നൽകി. സംഭവപരമായ ലോകത്തിൽ അനേക സംഭവങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം ഇതേ ലോകത്തിലാണ് ജീവിക്കുന്നത്. കർത്താവ് നമ്മെ നടത്തുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. നാം ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ, വേർപെട്ട ദൈവജനമായിട്ട് ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും നാം ഓടി എത്തുവാൻ ആഗ്രഹിക്കുന്ന പല ഇടങ്ങളുണ്ട്. We always like to reach certain destinations. പലയിടത്തും നാം ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്ത് റാന്നിയിലേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേന് വീണ്ടും അതിലും ആഗ്രഹത്തോടെ ഭവനത്തിലേക്ക് ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്നു. ചിലയിടത്തൊക്കെ എത്തുവാൻ, ചിലരെയൊക്കെ കാണുവാൻ, ചിലരുമായിട്ടൊക്കെ സമയം ചെലവാക്കുവാൻ നാം ഒക്കെയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിന് വളരെ ആഗ്രഹത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. We all desire to be in different places to meet different people. അത് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് പ്രചോദനം നൽകുവാൻ, ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാട് നൽകുവാൻ അനേക കാര്യങ്ങളുണ്ട്. അതിൽ കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. There are God's commandments. അനേകം കൽപ്പനകൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അതേസമയം വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. At the same time we have a lot of promises also in the God's word. എന്നാൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ, പ്രത്യേകമായ സ്ഥലങ്ങളിൽ നാം ഈ കൽപ്പനകളും വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും ഒരുമിച്ച് ചേർന്ന് വരുന്ന ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വാക്യത്തിലേക്കാണ് ഇന്ന് അല്പമായിട്ട് നമ്മുടെ ശ്രദ്ധയെ എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ 8-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 4 and verse 8. ആ ഒരു വാക്യത്തിലെ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ആദ്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു, ഡ്രോ നിയർ ടു ഗോഡ് and he will draw near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ, ഈ ആരംഭഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതൊരു ദൈവിക കൽപ്പനയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ് ഓഫ് ഗോഡ് that we should draw near to him. ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ളത് ഒരു കൽപ്പനയാണ്. ആ വാക്യം മുമ്പോട്ട് വായിക്കുമ്പോൾ and he will draw near to you, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്, വാഗ്ദത്തമാണ്. ഇറ്റ് ഈസ് a promise of God. അതുകൊണ്ട് ഈ ഒരു ഫ്രേസ് നാം വായിക്കുമ്പോൾ ഇറ്റ് ഈസ് എ കൾമിനേഷൻ, മെർജർ ഓഫ് ഗോഡ്സ് കമാൻഡ്മെന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോഡ്സ് പ്രോമിസ്. ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ വാഗ്ദാനവും ഒരുമിച്ച് വരുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത്. എന്നാൽ അത്ര ലളിതമായിട്ട് നാം ഇത് വായിച്ചു പോകുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡ്രോയിങ് നയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നുള്ള ആഹ്വാനം. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം അധ്യായങ്ങൾ 4-5 അധ്യായങ്ങൾ ഉള്ളെങ്കിലും വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അവിടെ യാക്കോബ് വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ള വിഷയമാണ് ഇവിടെ നാം വായിച്ചത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. നാം വിചാരിക്കും, ദൈവത്തോട് അടുത്ത് ചെല്ലുവെന്ന് വെച്ചാൽ നാം എപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണല്ലോ, എന്താ അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം we need to understand the actual meaning of being nigh unto God or drawing nigh to God. ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ളതിന്റെ ഒരു ആത്മീകമായിട്ടുള്ള ആഴമേറിയ ആ സത്യം നാം മനസ്സിലാക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? How is this possible? അതിനൊരു പ്രോസസ് ഉണ്ട്, അതിനൊരു പ്രക്രിയ ഉണ്ട്. അത് വെറും പറഞ്ഞു പോയാൽ മാത്രം തീരുന്ന ഒരു വസ്തുതയല്ല. ഡ്രോയിങ് നൈ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത് അങ്ങനെ ലാഘവത്തോടെ പറഞ്ഞു പോയി ഒരു സ്ഥലത്ത് എത്തുന്ന അത്ര
ലളിതമായിട്ട് മനസ്സിലാക്കുന്ന വിഷയമല്ല, മറിച്ച് നാം അതിന്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡ്രോയിങ് നൈ അൺടു ഗോഡ്? ദൈവത്തിന്റെ അടുത്ത് ചെല്ലുക, അതിന്റെ അർത്ഥം ഇതാണ്. ആ ഒരു കൽപ്പന അനുസരിക്കുമ്പോഴാണ് പിന്നീട് വാഗ്ദാനത്തിലേക്ക് നാം വരുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം അല്പമായിട്ട് നമുക്കൊന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. How do we actually draw nigh unto God? ദൈവത്തിന്റെ അടുക്കലേക്ക് എങ്ങനെ വരുവാൻ സാധിക്കും? അതേ വാക്യത്തിൽ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: Draw near to God and he will draw near to you. Cleanse your hands, you sinners. Purify your hearts, you double-minded. മലയാളത്തിൽ നമുക്കൊന്ന് വായിക്കാം ആ വാക്യം മുഴുവനായിട്ട്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും. ദൈവനാമത്തിന് മഹത്വം. അപ്പൊ ആദ്യമായിട്ട് അതിനൊരു പ്രക്രിയയുണ്ട്. ഈ ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം ഈസ് ഡിപ്പാർട്ടിങ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് വേർപെട്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് അത്യധികമായിട്ട് അടിസ്ഥാനപരമായിട്ട് നാം ഓർക്കേണ്ട വിഷയമാണ്. അപ്പോ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വന്നതുകൊണ്ടോ, ദേവാലയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ദൈവിക ശുശ്രൂഷയുടെ പങ്കാളികളായതുകൊണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരായതുകൊണ്ടോ ദൈവത്തോട് അടുത്ത് വന്നു എന്നർത്ഥമാവുന്നില്ല. ദൈവത്തിന്റെ അടുത്ത് വരിക എന്നുള്ളത് ആദ്യമായിട്ട് അതിന്റെ പ്രീ റെക്വിസിറ്റ് ഇതാണ്: ഡിപ്പാർട്ടിങ് ഫ്രം സിൻ. പാപം ഒഴിവാക്കുക, പാപത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണമാണ് അവിടെ യാക്കോബ് പറയുന്നത്. ക്ലെൻസ് യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈകളെ നിങ്ങൾ വെടിപ്പാക്കണം. ദാറ്റ് ഈസ് ആക്ഷൻ. നമ്മുടെ കൈകൾ കൊണ്ടാണ് നാം ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെടിപ്പുള്ള, ശുദ്ധിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. നാം ശുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയിട്ട് നാം ദൈവത്തോട് അടുത്ത് വരുവാൻ ശ്രമിച്ചാൽ അത് സാധ്യമല്ല. ദൈവം പറയുന്നു പാപമില്ലാത്ത അവസ്ഥയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഡിപ്പാർട്ടിങ് ഫ്രം സിൻ ഈസ് ദി ബേസ് ലൈൻ. നിങ്ങൾ ഓർക്കുക, യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ അത് ആ അവിശ്വാസികളോടല്ല സംസാരിക്കുന്നത്, വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്, ദൈവജനത്തോടാണ് സംസാരിക്കുന്നത്. പാപലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അതിനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ കൈകളെ നിങ്ങൾ വെടിപ്പാക്കണം. ക്ലെൻസ് യുവർ ഹാൻഡ്സ്. ദാറ്റ് മീൻസ് ക്ലെൻസ് യുവർ ആക്ഷൻസ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കൈകൾ എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് നമ്മുടെ കൈകളെ വെടിപ്പാക്കണം എന്നുള്ളതല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ വെടിപ്പുള്ളതായിരിക്കണം. ക്ലെൻസിങ് അതിലുണ്ടാകണം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാപത്തിലാവാൻ പാടില്ല, തിന്മയാകുവാൻ പാടില്ല. വീണ്ടും നമ്മൾ വായിക്കുന്നത് എന്താണ്? പ്യൂരിഫൈ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കണം. പ്യൂരിഫൈ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അതിന്റെ അർത്ഥം എന്തുവാ? അവർ തോട്ട്സ് ആൻഡ് മോട്ടീവ്സ്. പ്രവർത്തനങ്ങൾ മാത്രമല്ല, എന്റെ ചിന്തകൾ, എന്റെ ആലോചനകൾ, അത് ഇന്റൻഷൻസ്, എന്റെ മോട്ടീവ്സ്, അതെല്ലാം ഞാൻ ശുദ്ധീകരിക്കണം. അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവത്തോട് അടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതാണ് കൽപ്പന. Draw near to God. ദൈവത്തോട് അടുത്തു വരുവീൻ. അതിന് നാം ശ്രമിക്കുമ്പോൾ പാപം ഒരു തടസ്സമാണ്. പാപത്തിൽ ആണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അതിന് സാധ്യമല്ല. ഡിപ്പാർട്ടിംഗ് ഫ്രം ഈവിൽ ഈസ് ഇമ്പോർട്ടന്റ്. ക്ലെൻസ് യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ. രണ്ടാമത് ആ വിഷയത്തിൽ നാം വായിക്കുന്നത് പ്യൂരിഫൈ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിപ്പീൻ. വീണ്ടും അവിടെ മറ്റൊരു പദം നാം വായിക്കുന്നത് ഇരുമനസ്സ് നിങ്ങൾ ഒഴിവാക്കണം. യു ഹാവ് ഡബിൾ മൈൻഡഡ്നെസ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അല്പസമയത്തേക്ക് വെടിപ്പാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ അല്പസമയത്തേക്ക് ശുദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഞായറാഴ്ച രാവിലെ ദിവസം മീറ്റിംഗിന് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശുദ്ധമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പുറമെ ശുദ്ധീകരിച്ച് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇരുമനസ്സുള്ളവരാണ്. യു ആർ ഡബിൾ മൈൻഡഡ്. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. യു ആർ ഡിവിയേറ്റിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ്. ഡിപ്പാർട്ടിംഗ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുക എന്നുള്ളത് എല്ലാ നിമിഷവും, എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ട വിഷയമാണ്. സ്റ്റോപ്പ് ബീയിങ് ഡബിൾ മൈൻഡഡ്. നാം ഈ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ കൈകൾ വെടിപ്പാക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുമ്പോൾ അത് നിലനിൽക്കുന്ന ഒരു വസ്തുതയായിരിക്കണം. ഇരുമനസ്സോടെ ചെയ്യേണ്ട വസ്തുതയല്ല, അല്പസമയത്തേക്ക് ചെയ്യേണ്ട വസ്തുതയല്ല, മറ്റാരെങ്കിലും കാണിക്കുവാൻ വേണ്ടി
വേണ്ടി, അല്ല നമ്മുടെ തന്നെ വ്യക്തിപരമായ സമാധാനത്തിന് വേണ്ടി ഇന്ന് ആഴ്ചയുടെ ഒന്നാം ദിവസമാണ്, ഇന്ന് ഞാൻ വെടിപ്പുള്ളവനായിട്ട്, ഞാൻ നല്ല മനസ്സുള്ളവനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരണം, ദൈവത്തെ ആരാധിക്കണം, നല്ല കാര്യമാണ്. എന്നാൽ 7 ദിവസവും 24 മണിക്കൂറും അത് നിലനിൽക്കണം. പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ട് and cleansing of our actions, of our hands, is a consistent process. Regularly എപ്പോഴും ചെയ്യേണ്ട വിഷയമാണ്. ദൈവത്തോട് അടുക്കുവാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. We are trying to draw nigh unto God. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിന്റെ prerequisite, അടിസ്ഥാനപരമായിട്ട് അത്യന്തികമായിട്ട് നമുക്ക് വേണ്ടിയത് ഈ വിഷയമാണ്. Departing from sin. പാപത്തിൽ നിന്ന് നാം ദൂരവേ ആദ്യം പോകണം. We have to depart very far away from sin. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് വേണ്ടിയത് വായിക്കുന്നത് 42-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിലാണ്. Psalm 42 and verse 1. അവിടെ ദൈവത്തോട് അടുക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടിയ രണ്ടാമത്തെ ഗുണവിശേഷം നാം അവിടെ വായിക്കുന്നത്. ആർക്കെങ്കിലും വായിക്കാവുന്നതാണ്. 42-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവനാമത്തിന് മഹത്വം. മാൻ നീർത്തോടുകളിലേക്ക് വരുവാൻ, ചേരുവാൻ, അടുക്കുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ആസ് ദ ഡിയർ പാന്റ്സ് for the waterproofs. അതാണ് ആ ഒരു ചിന്ത. Desiring his presence. ആദ്യം നാം ചെയ്യേണ്ടത് departing from sin. പാപം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇരുമനസ്സില്ലാതെ ഏക മനസ്സോടെ പാപത്തെ ഒഴിവാക്കണം. അതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്, ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനൊരു വാഞ്ച ഉണ്ടാവണം, ഹൃദയത്തിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാവണം. Desiring his presence in our hearts. നമ്മുടെ ഹൃദയത്തിൽ ദൈവിക സാന്നിധ്യത്തെ നാം കാംക്ഷിക്കണം. മാൻ നീർത്തോടുകളിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നത് പോലെ അത്രമാത്രം ദാഹം ആടിനുണ്ട്, ആ മാനിനുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മുടെ ഹൃദയം കടന്നു പോകണം. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുന്ന വിഷയം മാത്രമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ദൈവത്തോട് അടുക്കുന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Drawing nigh unto God requires my desire to be with him. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ എത്തണം, ദൈവത്തോട് സമയം ചെലവാക്കണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടാകണം. അതിന് ആദ്യമായിട്ട് പാപം ഒഴിവാക്കണം. രണ്ടാമത് എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഡിസയർ, അങ്ങനെ ഒരു ആകാംക്ഷ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം എന്റെ ഭവനത്തിൽ എത്തണം, നമ്മളൊക്കെ ഈ ഭവനങ്ങളിൽ എത്തണം, എന്റെ പ്രിയപ്പെട്ടവരെ കാണണം, അവരോട് സമയം ചെലവാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ആ വിഷയങ്ങൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ ദൈവത്തോട് ഞാൻ അടുക്കണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായാൽ മാത്രമേ ആ ഒരു കൽപ്പനയ്ക്ക് എന്തെങ്കിലും വില ഞാൻ കൊടുക്കുന്നുള്ളൂ. ഡ്രോയിങ് nigh unto God, ദൈവത്തോട് അടുക്കുക എന്നുള്ളത് എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം, ഡിസൈറിംഗ് to be in his presence, അവന്റെ സന്നിധി, അവന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന അവസ്ഥ. അങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാ മീറ്റിംഗ്സിനും കടന്നു വരുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് സമയം ചെലവാക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവും. അത് മറ്റാരും പുറത്തുനിന്ന് ചെയ്യേണ്ട വിഷയമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഔട്ട്സൈഡ് ആക്ടിവിറ്റി, ഇറ്റ്സ് ആൻ ഇൻസൈഡ് ഔട്ട് ആക്ടിവിറ്റി. എന്റെ അകത്തിൽ നിന്ന്, അന്തരംഗത്തിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു വിഷയമാണ്. ഡിസൈറിംഗ് ഗോഡ്സ് പ്രസൻസ്. 84-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങളിലും നാം ഇത് തന്നെ വായിക്കുന്ന സങ്കീർത്തനക്കാരൻ അവിടെ വർണ്ണിക്കുകയാണ്, അതിശയത്തോടെ വർണ്ണിക്കുകയാണ്. ഹൗ അമേബിൾ ആർ ദൈ ടാബർനാക്കിൾസ്. കർത്താവിന്റെ ആലയത്തിൽ, കർത്താവിന്റെ തിരുനിവാസത്തിൽ കടന്നു വന്ന് താൻ വളരെ അത്ഭുതപ്പെടുകയാണ്. എത്ര മനോഹരമാണ് എന്ന് താൻ പറയുകയാണ്. My soul longs, yeah, even faints for the courts of the Lord. ദൈവത്തിന്റെ പ്രാകാരങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ ആംഗണത്തിൽ വരുവാൻ എന്റെ ഹൃദയം, എന്റെ മനസ്സ്, എന്റെ ആത്മാവ് വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. Desiring his presence is the second thing we need to take care while drawing nigh unto God. ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട്, ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവിൻ എന്നൊരു കൽപ്പന നാം കേൾക്കുമ്പോൾ, അത് നാം അനുസരിക്കുവാൻ ശ്രമിക്കുമ്പോൾ പാപം ഒഴിവാക്കണം. രണ്ടാമത്, നാം ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് വളരെ
ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നാം വായിക്കുന്നത് 5-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യമാണ്. നാം ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ 5-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഏറ്റവും അവസാനമായിട്ട് നാം ചെയ്യുന്ന വിഷയം അവിടെ സങ്കീർത്തനക്കാരൻ വിശദീകരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള വാക്യമാണ്, ആർക്കെങ്കിലും എടുത്ത് വായിക്കാവുന്നതാണ്. നിന്റെ ആലയത്തിലേക്ക് ചെന്ന് ഐ വിൽ കം ഇൻടു ദൈ ഹൗസ്. ആലയം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവമുള്ള സ്ഥലമാണ്. ഐ വിൽ കം ഇൻടു ദൈ ഹൗസ്. നിന്റെ ആലയത്തിലേക്ക് ഞാൻ ചെല്ലും. അതൊരു തീരുമാനമാണ്. ഡിസിഷൻ ടു ബി ഇൻ ഹിസ് പ്രസൻസ്. ഞാൻ എന്റെ പാപം ഒഴിവാക്കി, ഡിപ്പാർട്ടിംഗ് ഫ്രം സിൻ. രണ്ടാമത് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി, ഡിസൈറിംഗ് ടു ബി ഇൻ ഹിസ് പ്രസൻസ്. മൂന്നാമത് ഐ ആം ഇൻ ഹിസ് പ്രസൻസ്, ഐ വിൽ ഗോ ഇൻടു ഹിസ് പ്രസൻസ്. ഞാൻ അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ ആലയത്തിൽ ഞാൻ പോകും. ദൈവമായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകുക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു തീരുമാനമാണ്. ഡിസൈഡിംഗ് ഫോർ ഷുവർ that I will be in his presence. അതാണ് drawing nigh unto God. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നുള്ള ഒരു കൽപ്പന, ആഹ്വാനം നാം കേൾക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കുക. You have to depart from sin. പാപം മനസ്സിൽ വെച്ച്, പാപത്തിന്റെ പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെച്ച് ഇരുമനസ്സോടെ ഒരിക്കലും ദൈവസന്നിധിയിൽ പോകുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് മനസ്സിൽ ദൈവസന്നിധിയിൽ പോകുവാൻ ആഗ്രഹമില്ലെങ്കിൽ അവിടെ ചെല്ലുവാൻ സാധ്യമല്ല. മാത്രമല്ല, ആ തീരുമാനം നാം എടുത്തില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ സാധ്യമല്ല. ഇവിടെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ആ കൽപ്പന നാം അനുസരിക്കണമെങ്കിൽ, if we have to draw close to him, draw near to him, ഈ കാര്യങ്ങൾ നാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. പാപം ഒഴിവാക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. ആ തീരുമാനം നാം എടുക്കണം. ഡിപ്പാർട്ടിംഗ് ഫ്രം സിൻ, ഡിസൈറിംഗ് ഹിസ് പ്രസൻസ് ആൻഡ് ഡിസൈഡിംഗ് that I will go into his presence. വീണ്ടും നാം താഴോട്ട് ആ കാര്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ വായിച്ചത് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. എന്തിനാണ് നാം ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്? Why should we actually come close to him? അതിന്റെ ആവശ്യകത എന്താണ്? Why should we come close to God? ദൈവത്തിന്റെ അടുക്കൽ വന്ന് എന്താണ് സംഭവിക്കുന്നത്? പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ആ വാക്യങ്ങളൊന്നും എടുത്ത് പോകുവാനുള്ള സമയം നമുക്കില്ല, നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത്, കർത്താവ് ആദാം ഹവ്വയോട് എല്ലാ ദിവസവും വൈകുന്നേരം ആ തണുപ്പ് സമയത്ത് രാത്രികളിൽ അവരോടൊപ്പം നടക്കാൻ നടക്കുന്ന ഒരു ദൈവമാണ്. ദൈവം എപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരേ ഒരു ആഗ്രഹം, തന്നോട്, ആ മനുഷ്യനോട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ഗോഡ്സ് ഡിസയർ ഓഫ് ക്രിയേഷൻ, നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ടു ഹാവ് ഫെലോഷിപ്പ്, ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മാൻ. കർത്താവ് ആഗ്രഹിച്ചത് ഇത്ര മാത്രമാണ്, ഞാൻ സൃഷ്ടിച്ച എന്റെ മനുഷ്യനോട് എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധം എനിക്കുണ്ടാവണം, അവനോടൊത്ത് ഞാൻ സമയം ചെലവാക്കണം. അതാണ് ആദ്യത്തെ റീസൺ. ഗോഡ് ക്രിയേറ്റഡ് us for this purpose. നാം ദൈവത്തോട് അടുത്ത് എന്തിനു ചെല്ലണം? ഒന്നാമത്തെ ഉത്തരം ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, God created man for this very purpose. ഈ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനോട് സമയം ചെലവാക്കുവാൻ ആഗ്രഹിക്കുന്നു. God, Almighty God desires to spend time with me, with all of us. നമ്മളോട് സമയം ചെലവാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സൃഷ്ടികർത്താവായ ദൈവം, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവം നമ്മളോട് സമയം ചെലവാക്കുവാൻ ആഗ്രഹിക്കുന്നു. That is the first reason I should draw near to him. ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ കാരണം ഇതാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. എന്നെ സൃഷ്ടിച്ചത്, അതിന്റെ പർപ്പസ്, ഉദ്ദേശം അതാണ്. മാത്രമല്ല, നമ്മൾ ജഡ്ജസ് ചാപ്റ്റർ 16 and verse 20, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം വായിക്കുന്നു. മറ്റു ഭാഗങ്ങളിലും നമുക്ക് അതേ വിഷയം കാണുവാൻ സാധിക്കും. അവിടെ നാം ശിംശോനെ കുറിച്ച് വായിക്കുന്നു. താൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് പാപത്തിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് എന്താണ്? ലോർഡ് ഹാഡ് ഡിപ്പാർട്ടഡ് ഫ്രം ഹിം. ദൈവത്തിന്റെ, യഹോവയുടെ സാന്നിധ്യം തന്റെ പക്കൽ നിന്ന് മാറിപ്പോയപ്പോൾ താൻ ബലഹീനനായി
പരാജയപ്പെട്ടു. ആ വിഷയം നമുക്കറിയാം. വളരെ ബലശാലിയായിരിക്കുന്ന, ദൈവത്തിന്റെ കൃപ അനുഭവിച്ച, ദൈവത്തിന്റെ ബലമുള്ള ഈ ശിംശോന് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു. കർത്താവ് അവനെ വിട്ടുപോയി, അവന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു. അതിലൂടെ താൻ പരാജിതനായി തീർന്നു. Second reason why we should draw near to God is, otherwise distance from God will be defeat for us. നാം ദൈവത്തിൽ നിന്ന് ദൂരവേ പോയാൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായി മാറും. നാം ദൈവത്തിൽ നിന്ന് ദൂരവേ പോയാൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായി മാറും. ഒന്നാമത്തെ കാരണം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വിഷയം, ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയെന്നിരിക്കട്ടെ, അപ്പോൾ പരാജയം എനിക്ക് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. എന്റെ ജീവിതം ശൂന്യമായി തീരും. ദൈവമില്ലാതെ, സൃഷ്ടികർത്താവില്ലാതെ സൃഷ്ടിയുടെ ജീവിതത്തിന് യാതൊരു നിലനിൽപ്പുമില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, if I depart from him, I would be a complete failure. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലണം. മാത്രമല്ല 73-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ മറ്റൊരു വിഷയം നാം വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, but it is good for me to draw near to God. ആ വാക്യങ്ങളൊന്നും ഞാൻ എടുത്തു വായിക്കുന്നില്ല. എനിക്ക് നല്ലതാണ് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് ആർക്ക് നല്ലതാണ്? എനിക്ക് നല്ലതാണ്. ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത് എനിക്ക് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ. അപ്പോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ ഉള്ള ആഹ്വാനമാണ് ഇവിടെ ഉള്ളത്. Why should we draw near to God? കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തോട് അടുത്ത് വസിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്, നാം ദൈവത്തിൽ നിന്ന് ദൂരവേ പോയാൽ, we depart from him, we will be defeated in our life. നമ്മുടെ ജീവിതത്തിൽ നാം തോൽവി അനുഭവിക്കും, പരാജയം അനുഭവിക്കും. മൂന്നാമത്, because nearness to God is always good for me. ദൈവത്തോട് ഞാൻ അടുത്ത് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും നന്മയ്ക്ക്, നല്ലതിന് കാരണമായി തീരും. അതാണ് അതിന്റെ ആദ്യത്തെ ഭാഗത്ത് നാം വായിക്കുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. രണ്ടാമത്തെ ഭാഗത്ത് നാം വായിക്കുന്നത് ദൈവത്തിന്റെ പ്രതികരണമാണ്. It is God's response to this. ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു, ആ ഒരു കൽപ്പന അനുസരിക്കുമ്പോൾ, ആ കാര്യം ഉൾക്കൊണ്ട് പാപത്തെ വിട്ട് ദൈവത്തോടുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഞാൻ എത്തുമ്പോൾ, ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് വളരെ സന്തോഷമാകുമ്പോൾ, രണ്ടാമത്തെ ഭാഗം വായിക്കുന്നത്, എന്നാൽ ദൈവം എന്നോട്, നിങ്ങളോട് അടുത്ത് വരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, വാഗ്ദാനമാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നാം വചനം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും കർത്താവിന്റെ പ്രതികരണം വളരെ നല്ല രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എടുത്തു വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാത്രം ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 25-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു ഭാഗത്ത് കാണുന്നത് രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് വായിക്കുന്നു. A woman with issue of blood. താൻ വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. രക്തസ്രവമുണ്ട്, തനിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. എന്നാൽ കർത്താവ് അതുവഴി പോകുന്നതായിട്ട് തനിക്ക് ഒരു വിവരം ലഭിച്ചു. കർത്താവിന്റെ അടുക്കലേക്ക് എത്തി ആ കർത്താവിന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റം മാത്രം തൊട്ടപ്പോൾ സൗഖ്യം ലഭിച്ച ഒരു സ്ത്രീ. ആ ഒരു ചിത്രീകരണം നമ്മുടെ മനസ്സിലൂടെ നാം പോകുമ്പോൾ, കർത്താവിന്റെ അടുത്ത് വരുവാൻ ആഗ്രഹം, കർത്താവിന്റെ വസ്ത്രം മാത്രം തൊടുവാനുള്ള ഒരു ആഗ്രഹം, അത് ചെയ്ത് ആ ആഗ്രഹം നിവർത്തിച്ച് താൻ തൊടുകയും ചെയ്തു. കർത്താവിന്റെ അടുക്കലേക്ക് വന്നു. അതേ നിമിഷം കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ സ്ത്രീ അത് അനുഭവിച്ചു. രക്തസ്രാവമുള്ള ആ സ്ത്രീ അന്ന് സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇന്ന് നാം ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ, പാപത്തെ ഒക്കെ വിട്ട് ആ പ്രക്രിയയൊക്കെ നാം സ്വീകരിച്ച് ദൈവത്തോട് അടുത്ത് നാം പോകുമ്പോൾ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരുമെന്ന് പറയുന്നത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ആ സ്ത്രീക്ക് അന്ന് ആ സൗഖ്യത്തിലൂടെ അത് അനുഭവിക്കുവാൻ സാധിച്ചു. വീണ്ടും കാൽവരി ക്രൂശിലും നാം അങ്ങനെയൊരു രംഗം കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 23, അതിന്റെ 42-ഉം 43-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
അവിടെ ആ ക്രൂശിൽ കിടന്ന കള്ളനെ കുറിച്ച് നാം വായിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ താൻ പറയുന്ന വിഷയമാണ് ലൂക്കോസ് 23:42-43. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. ദൈവനാമത്തിന് മഹത്വം. അവിടെ ആ കർത്താവിന്റെ അടുത്ത് കിടന്ന ആ കള്ളൻ പറയുകയാണ്, കർത്താവേ, നീ എന്നെ ഓർത്തുകൊള്ളണമേ. കർത്താവിനോട് ചേരുവാൻ, കർത്താവിന്റെ അടുത്ത് വരുവാൻ, കർത്താവിന്റെ സത്യസന്ധത മനസ്സിലാക്കിയ അവസാന നിമിഷങ്ങളിൽ, ഇത് ഓർക്ക്, അവസാന നിമിഷങ്ങളാണ്, ലാസ്റ്റ് റിസോർട്ടാണ്. അപ്പോൾ ആ കള്ളൻ പറയുക, എന്നെ ഓർക്കണമേ. കർത്താവിനോട് അടുത്ത് ചേരുവാൻ മനസ്സോടെ വളരെ ഹൃദയംഗമായിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മറുപടി നമുക്കറിയാം. അടുത്ത വാക്യത്തിൽ തന്നെ പരദീശയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ ഒരു അനുഭവം. ഗോഡ്സ് റെസ്പോൺസ് ഇസ് ദിസ്. നാം ദൈവത്തോട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, വിശ്വാസികളായിരിക്കുന്ന നാം ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് വരുവാൻ നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഒരു ചുവട് നാം എടുക്കുമ്പോൾ, കർത്താവ് വളരെ ആകാംക്ഷയോടെയാണ് കാത്ത് നിൽക്കുന്നത്. നമുക്ക് അമ്മീനായ പുത്രന്റെ ആ ഒരു ഉദാഹരണം, ആ ഒരു കഥ നമുക്ക് നന്നായിട്ട് അറിയാം. ആ പിതാവ് എത്ര ചുവടുകൾ എടുത്തു, ആ പുത്രൻ എത്ര ചുവടുകൾ എടുത്തു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അകലെ നിന്ന് തന്റെ പുത്രന്റെ മടങ്ങി വരവ് കണ്ട് ആ പിതാവ് ഓടിയെത്തുകയാണ്. He is running towards his son. അതേ അവസ്ഥയാണ് ഒരു ചുവട് നാം എടുക്കുമ്പോൾ. When we take one small step towards God, ദൈവത്തോട് അടുക്കുവാൻ ഒരു ചെറിയ ചുവട് ഞാൻ എടുക്കുമ്പോൾ, നാം ഓരോരുത്തരും എടുക്കുമ്പോൾ, കർത്താവ് ഓടി എത്തി നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവമാണ്. God will draw near to us. എന്നാൽ മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. God will not draw near if, കർത്താവ് നമ്മുടെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. എപ്പോഴാണ്? അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട്. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ, if there is unrepented sin, നാം അനുതപിക്കാത്ത, മാനസാന്തരം വരാത്ത, നാം ദൈവസന്നിധിയിൽ വെക്കാത്ത പാപം നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മുടെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. യെശയ്യാപ്രവചനം 59-1-2 വാക്യങ്ങളിൽ ആ വിഷയം വ്യക്തമായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം കഠിനമാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഈ രീതിയിൽ വരുവാൻ, ദൈവത്തിന് നമ്മളോട് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അത് യാക്കോബിന്റെ ലേഖനം തന്നെ 4-6 വാക്യത്തിൽ വായിക്കുന്നു. God resists the proud. നിഗളികളെ കർത്താവ് എതിർത്ത് നിൽക്കും. നിഗളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രൈഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവിന് നമ്മുടെ അടുത്തേക്ക് വരുവാൻ സാധ്യമല്ല. വീണ്ടും നാം വായിക്കുന്നു, അതേ വാക്യത്തിൽ നാം നേരത്തെ ചിന്തിച്ചു, 4-8 വാക്യം, ഇരുമനസ്സുണ്ടെങ്കിൽ, ഡബിൾ മൈൻഡഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കലും കടന്നു വരുവാൻ സാധ്യമല്ല. ദൈവത്തിനും നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും നാം എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതാണ്: ഇത്ര സ്നേഹനിധിയായിട്ടുള്ള ദൈവം, ഇത്രയും നമ്മളെ കരുതുന്ന ദൈവം എന്തുകൊണ്ട് ആദ്യം നമ്മുടെ അടുത്തേക്ക് ഈ വിഷയത്തിൽ വരുന്നില്ല? ഇവിടെ നാം വായിച്ചത്, draw nigh unto God and God will draw nigh unto you. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. എന്താണ് ഈ വിഷയത്തിൽ ദൈവം ആദ്യം ആ ചുവട് എടുക്കാത്തത്? നാം വചനം പരിശോധിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തുടക്കമിട്ടത്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിച്ചപ്പോൾ നാം ആ വിഷയങ്ങളൊക്കെയും ഓർത്തു. ആദ്യം 1 യോഹന്നാൻ 4-19 വാക്യം പരിചയമുള്ള വാക്യമാണ്. We loved him because he first loved us. നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താണ്? ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. ദൈവം ആദ്യം എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത്. God loved us first. ആദ്യം ചെയ്ത വസ്തുതയാണ്. രണ്ടാമത് നാം വായിക്കുന്നത് യോഹന്നാൻ 1:14 വായിക്കുന്നു, ജഡശരീരം എടുത്ത് കർത്താവ് ആദ്യം ഈ ലോകത്തിലേക്ക് വന്നു. dwelt among us. കർത്താവാണ് ആദ്യം സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് ജഡരൂപമെടുത്ത് ശരീരത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. God came down from heaven to this earth first. ആദ്യം ദൈവമാണ് കടന്നു വന്നത്. വീണ്ടും നമുക്കറിയാവുന്ന വസ്തുതയാണ്, God gave himself for us first. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-16 വാക്യത്തിൽ നാം വായിക്കുന്നത്, for God so loved the world that he gave himself, his only begotten son. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആദ്യം നൽകിയതും നമ്മുടെ കർത്താവ് തന്നെയാണ്.
ഇത്രയും കാര്യങ്ങൾ കർത്താവ് ആദ്യം എൻ്റെ ജീവിതത്തിൽ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ യാക്കോബിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുകയും. ഇത്രയും കാര്യങ്ങൾ ആദ്യം സ്നേഹിച്ച്, ആദ്യം കടന്നു വന്ന്, ആദ്യം തന്നെത്താൻ അർപ്പിച്ച ദൈവമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളൊന്ന് അടുത്തേക്ക് വരുവീൻ, ആദ്യം ദൈവത്തോടൊന്ന് അടുത്ത് വരുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത്. ദൈവം ഒരിക്കലും ഇനി വിശ്വാസികളുടെ അടുത്തേക്ക് ആ രീതി വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് സത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ട്, ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ അനുഭവിച്ചവരാണ്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവരാണ്. ദൈവം ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ ഉണ്ടായിട്ടും നാം ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ആഗ്രഹം നമുക്കില്ലെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും. ഡ്രോ nigh unto God. ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ആഹ്വാനം സത്യസന്ധമായിട്ട്, മറ്റാരെയും കാണിക്കുവാൻ വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും നേടുവാൻ വേണ്ടിയല്ല. ദൈവം എന്നെ ആദ്യം സ്നേഹിച്ചത്, ദൈവം എനിക്ക് വേണ്ടി ആദ്യം കടന്നു വന്നത്, ദൈവം എനിക്ക് വേണ്ടി എല്ലാം നൽകി തന്നത്, ആ കാര്യങ്ങൾ ഓർത്ത് can I draw nigh unto him? ഞാൻ ദൈവത്തോട് അടുത്ത് വരുവാൻ എനിക്ക് കഴിയുമോ? What is my response towards all these first things in my life? ദൈവം എൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്തു തീർത്ത വസ്തുതകൾ നാം മനസ്സിലാക്കുമ്പോൾ I can definitely draw nigh unto him. എനിക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കാംക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു വാഗ്ദാനമാണ്, വീണ്ടും കർത്താവ് വാഗ്ദാനങ്ങൾ നൽകുകയാണ്. I will draw nigh unto you. God will draw nigh unto you. ദൈവം നിങ്ങളോട് അടുത്ത് വരിക തന്നെ ചെയ്യും. ദൈവം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ലെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ദൈവവിശ്വാസികളായ നാം ഓരോ ദിവസവും നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ ആഗ്രഹിക്കുന്ന വാഞ്ചയുടെ അതേ വാഞ്ച, അല്ലെങ്കിൽ അതിൽ ഒരു മടങ്ങൂടെ കൂടി ഇച്ചിരൂടെ കൂടുതലായിട്ട് കർത്താവിനോട് ചേരുവാൻ, കർത്താവിനെ കാംക്ഷിക്കുവാൻ, just thinking about God, drawing close to him every day, every moment, അങ്ങനെ ഒരു തീരുമാനം നാം എടുത്താൽ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരിക തന്നെ ചെയ്യും. എത്രയോ ധന്യമായിട്ടുള്ള അവസ്ഥയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച്, ദൈവത്തിന്റെ നടത്തിപ്പ് അനുഭവിച്ച് ജീവിക്കുവാൻ സാധിക്കും. കർത്താവ് വരും ദിവസങ്ങൾ നമ്മളെയൊക്കെയും അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവം മഹത്വപ്പെടുത്താം.